കൊച്ചു കുഞ്ഞുങ്ങൾക്കാണ് ഇത് കഴിക്കേണ്ടതെങ്കിൽ പഞ്ചസാരയോ വേറെ എന്തെങ്കിലും മധുര സാധനം കൂടെ ചേർത്ത് കഴിച്ചാൽ അവർക്കും ഇഷ്ടപ്പെടും, നല്ലതാണ്. കൂടെ ഒരു കപ്പ് കട്ടൻ കാപ്പിയും കൂടെ ഉണ്ട്. ശരി, ബാക്കി ഉപ്പുമാവും കൂടെ ഞാൻ കഴിക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ശനിയാഴ്ച രാവിലെ സമയം 10:45. ഇന്നും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ആണ്. രാവിലെ ഉണ്ടാക്കിയത് ഗോതമ്പ് പുട്ട് കൊണ്ടുള്ള ഉപ്പുമാവാണ്. ഇതിനകത്ത് സവാള, പച്ചമുളക്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, ഇത്രയുമാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത്. പുട്ട് ഉണ്ടാക്കി വെച്ച പുട്ടായതുകൊണ്ട് പെട്ടെന്ന് മിക്സ് ചെയ്യാം. രാവിലെ മുതലേ ഭയങ്കര മഴയാണ്. മഴയില്ലെങ്കിലും രാത്രി ഭയങ്കര മഴയായിരുന്നു. രാവിലെ ആകപ്പെട്ട അന്തരീക്ഷം മൂടിക്കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. പുറത്തോട്ടൊന്നും ആരും ഒന്നും പോയില്ല. അത്യാവശ്യക്കാർക്കൊക്കെ പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. നാളെ ചർച്ചിൽ പോകണം. അപ്പോൾ എന്ത് തന്നെ ആയതിന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞു. കുളിച്ച് റെഡിയായിട്ടിരിക്കട്ടെ. നാളെ രാവിലെ 4th സൺഡേ രാവിലെ 7:30 മണിക്ക് ഇംഗ്ലീഷ് സർവീസും യങ്സ്റ്റേഴ്സിനും കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ളത്. ഇപ്പോഴത്തെ ഇംഗ്ലീഷ് മീഡിയം കുഞ്ഞുങ്ങളാണല്ലോ. 9:30 എല്ലാവർക്കും കൂടെ ചേർന്നുള്ള മലയാളം സർവീസുമാണ്. അപ്പോൾ ഞാൻ മലയാളം സർവീസിനാണ് പോകുന്നത്. രാവിലെ അല്പകാര്യങ്ങളൊക്കെ വീട്ടിലേക്ക് ഒന്ന് ക്രമീകരിച്ചിട്ട് ഒക്കെ എനിക്ക് പോകാം. അപ്പോൾ ഇന്ന് ജസ്റ്റ് വെയിറ്റ് ഒന്നും അധികം കുറഞ്ഞിട്ടൊന്നുമില്ല. ഒരു 1 കിലോ എങ്കിലും കുറയുന്നത് വരെ ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് തന്നെ ആയിരിക്കും. അപ്പം ഈ ബൗളിന് ഒരു ബൗളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പാത്രത്തിലോട്ട് ഇട്ടപ്പോൾ ഇത്രയും തന്നെ ഉണ്ട്, കുറവൊന്നുമില്ല, മതി. ഇത് തന്നെ ഉച്ചയ്ക്കിന് 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുമല്ലോ. അപ്പം ഞാനിത് കഴിക്കട്ടെ. നല്ല ടേസ്റ്റാണ്. അരിപ്പൂട്ട് കൊണ്ട് ഇതുപോലെ ഉണ്ടാക്കാം. അരിപ്പൂട്ട് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ നമ്മൾ പിന്നെ കടുക്, ഉഴുന്ന് പരിപ്പ് അതൊന്നും ചേർത്തില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണല്ലോ. ഇച്ചിരി മധുരത്തിൻ്റെ അംശീകരിക്കട്ടെ. ഒരു കുഞ്ഞു പച്ചമുളകും ഒരു പകുതി സവാളയും പിന്നെ ഒരു ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് തേങ്ങാപ്പിരിയും കൂടെ ചേർത്തു. അതുകൊണ്ടായിരുന്നു കൂടെ ചേർത്തു. നല്ല ടേസ്റ്റാണ്. സ്പൂൺ കൊണ്ട് കോരി കഴിക്കാം, അല്ലെങ്കിൽ പഴം കൂടെ വേണമെങ്കിൽ വേണ്ടിയവർക്ക് പഴം കൂടെ ചേർത്ത് കഴിക്കാം. ഞാൻ ഇതുപോലെ തന്നെ കഴിക്കുന്നുള്ളൂ. അപ്പോൾ എന്നാൽ ശരി, ഞാൻ ബാക്കി ഉപ്പുമാവ് അവിടെ കഴിക്കട്ടെ.